സംസ്ഥാനത്ത് 2 വാഹനാപകടങ്ങളിലായി 6 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഇന്നലെ രാത്രി കോഴിക്കോട് മോഡേൺ ബസാറിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം കരമനയിൽ ബൈക്ക് അപകടത്തിൽ ഹോട്ടൽ ജീവനക്കാരായ 3 പേർ മരിച്ചു. നെയ്യാറ്റിൻകര സ്വദേശികളായ പ്രണവ്, സജിൻ, ഇതര സംസ്ഥാന തൊഴിലാളിയായ ഋതിക് എന്നിവരാണ് മരിച്ചത്. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്നും, സുനുഷ ഇല്ലൂർ തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേരും. അപകട സ്ഥലങ്ങളിൽ നിന്ന്, സ്പോട്ടിൽ നിന്ന് തത്സമയം. ആദ്യം ഷഹദിലേക്ക്. ഷഹദ്, ഗുഡ് മോർണിംഗ് ഷഹദ്. വളരെ ഞെട്ടിക്കുന്ന ഒരു അപകടത്തിന്റെ വാർത്തയുമായാണ് ഇന്നത്തെ വാർത്താ പുലരി ഉണ്ടാവുന്നത്. മോഡേൺ ബസാറിൽ നടന്ന അപകടം അതെങ്ങനെയാണ്? ഈ സ്ഥലം ഒരു ബ്ലാക്ക് സ്പോട്ടാണ് എന്ന് നമ്മൾ കോഴിക്കോട് ബ്യൂറോ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്ത സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് ഷഹദ് ഇന്നലെ? തീർച്ചയായും അരുൺകുമാർ, ഇതിനു മുൻപ് തന്നെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്ത ചെയ്യുകയും അന്ന് ഇവിടുത്തെ ട്രാഫിക് ഉദ്യോഗസ്ഥർ ഇതിന്റെ ബാരിക്കേഡ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നിൽക്കുന്നത് ഈ മോഡേൺ ബസാറിലാണ്. പക്ഷേ ഈ സ്ഥലത്തല്ല അപകടം നടന്നിട്ടുള്ളത്. അപകടം നടന്നത് കുറച്ച് അപ്പുറത്തേക്കാണ്. കൃത്യമായിട്ടൊരു വളവുണ്ട്. ആ വളവിനോട് ചേർന്നുകൊണ്ടാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. ഇപ്പോൾ ആ വാഹനങ്ങൾ, അത് ഈ കാറും ഒപ്പം തന്നെ ആ ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാറ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്, ലോറി അപ്പുറം ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. 5 പേരാണ് ഈ കാറിലുണ്ടായിരുന്നത്. ഇതിൽ 3 പേരാണ് ഇപ്പോൾ മരിച്ചതായിട്ട് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇവരെ കോഴിക്കോട് മിംസ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. മരിച്ചവരുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന് രാമനാട്ടുകര സ്വദേശിയായിട്ടുള്ള ദിനിൽ, മറ്റൊന്ന് ഫറൂഖ് കോളേജ് സ്വദേശിയായിട്ടുള്ള അജീഷ്, മറ്റൊന്ന് ഫറൂഖ് കോളേജ് സ്വദേശിയായിട്ടുള്ള വിമൽ എന്നീ 3 കഴിഞ്ഞ് വരികയായിരുന്നു. വരുന്നതിനിടയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടേക്ക് വരുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. അപകടം നടന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇത് എത്ര മണിക്കായിരുന്നു ഈ അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ഒരു 3-3:30 മണിയായിട്ടുണ്ടാവും. ഒരു ഉത്സവം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ പോയിട്ട് വരുത്താണ്. പിന്നെ ഇപ്പം ബാക്കിയുള്ള കാര്യം പരാക്കുന്നല്ലേ. ഇപ്പോൾ കാറിൻ്റെ സിസ്റ്റങ്ങൾ ദാർപ്പായിട്ട് മൂടിയിട്ടുണ്ടാകും. ഇപ്പം ഞാനും എൻ്റെ സുഹൃത്തുണ്ട് ക്രെയിൻ വജ്ര അലിയും ഞാനും കൂടിയാണ് ഇപ്പോൾ ഈ വണ്ടി ഇവിടെ കൊണ്ടുപോയിട്ട്. സങ്കടം പേരാണ്. കാരണം ഞാനൊക്കെ പല ബോഡിയും കാര്യമൊക്കെ എടുക്കാൻ വേണ്ടി പോണ ആളെന്നാണ്. പക്ഷേ അങ്ങനെ നേരിട്ട് നമ്മളിങ്ങനെയുള്ള സംഭവം ബോഡി കണ്ടിട്ടില്ല. സ്ഥലവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഇതിനു മുമ്പ് വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് അപകടം ഉണ്ടാകുന്ന ഒരു വളവ്, സ്ഥിരമായിട്ട് അപകടം ഉണ്ടാകുന്ന അതാണ് ആ വളവ്. മോഡേൺ ആ വളവ് അവിടെ നിന്നാണ് ഇപ്പോൾ അതുള്ളത്. പുതിയ ചെറിയൊരു പാർക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. ആ പാർക്കിൻ്റെ മുന്നിൽ തന്നെയാണ് സംഭവം ഉണ്ടായത്. ഉത്സവം കഴിഞ്ഞ് വരായിരുന്നു. ഉത്സവം കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണെന്നുള്ളതാണ് നമ്മൾ കേട്ടത്. ഓൻ്റെ ഈ മരണപ്പെട്ടവൻ്റെ സുഹൃത്തുണ്ട് ഇനി അബീബ്, ഫറൂഖ് കോളേജ്. ഓനെ അവിടുന്ന് കണ്ടപ്പോൾ എന്താ പോകുന്നതെന്ന് ചോദിച്ചും പറഞ്ഞ് എൻ്റെ ചങ്ങായിമാരാണ്. ഓല അവിടുന്ന് ഉത്സവം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി വരുത്താന്നുള്ളതാണ് കേട്ടത്. അതിൽ 3 ആൾ മരണപ്പെട്ട് 2 ആൾ സീരിയസ് ആണെന്നാണ് കേട്ടത്. ഫയർഫോഴ്സ് വന്ന് വെട്ടിപ്പൊളിച്ചിട്ടാണ് ബോഡിയൊക്കെ എടുത്തത്. എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അറിയാൻ കഴിയുള്ളൂ. ഇതാണ് എന്തായാലും ഈ പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളെയും ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ 2 പേരുടെ നില അത് ഗുരുതരമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഈ കാറ് ഇവിടെ മൂടിയിട്ടിരിക്കുകയാണ്. കാറിന്റെ ഈ മുൻഭാഗം പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് രാവിലെ ഫയർഫോഴ്സ് നമുക്ക് നൽകിയിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. എന്തായാലും 2 പേർ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വണ്ടിയുടെ അവസ്ഥ നോക്കൂ, വണ്ടി തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട്. പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് കോഴിക്കോട് സംഭവിച്ചതെങ്കിൽ സുനിഷ നമുക്കൊപ്പം കരമനയിൽ നിന്ന് ചേരുന്നുണ്ട്. കരമനയിൽ നടന്നത് ബൈക്ക് അപകടമാണ്. ബൈക്ക് യാത്രികരായ 2-3 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത്. കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തു നിന്നുമാണ് 3 പേർ വീതം മരിച്ചു എന്ന വാർത്ത ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. നമുക്ക് ആ ബൈക്ക് കിടക്കുന്ന അപകടത്തിൽപ്പെട്ട ബൈക്കുകളാണ്. അല്പം വേഗതയുണ്ടായിരുന്നുവെന്ന് തോന്നുന്നു ബൈക്കിൻ്റെ കിടപ്പ് കണ്ടിട്ട്. സുനിഷ തത്സമയം സ്പോട്ടിൽ നിന്ന് ചേരുന്നു. സുനിഷ, ഗുഡ് മോർണിംഗ് സുനിഷ. കോഴിക്കോട് അപകടത്തിൻ്റെ വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഇപ്പോൾ തിരുവനന്തപുരത്ത് കരമനയിലും ഇന്നലെ രാത്രിയിൽ ഒരു അപകടം നടന്നിട്ടുണ്ട്. ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചത് സുനിഷ? അരുൺ, കരമന പാലത്തിന് തൊട്ടടുത്തായി പുലർച്ചെ 1:30 അപകടം നടക്കുന്നത്. ഇതായി കാണാൻ കഴിയും ദൃശ്യങ്ങളിൽ. ഈ ഫുട്പാത്തിലേക്ക് ഈ ബൈക്ക് ഇടിച്ച് കയറുകയായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ 3 ബൈക്കുകൾ നിർത്തിയിട്ടിരിക്കുന്നതായി കാണാം. പക്ഷേ ആദ്യത്തെ 2 ബൈക്കുകൾ നേരത്തെ തന്നെ ഈ ഫുട്പാത്തിൽ തൊട്ടടുത്തായി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ തൊട്ടപ്പുറത്തായി കാണുന്ന ഈ MT-15 ഈ വാഹനത്തിലായിരുന്നു ഈ 3 പേരും. ഹോട്ടൽ ജീവനക്കാരാണ് ഈ 3 പേരും. ഇവർ 3 പേരും ജോലി കഴിഞ്ഞതിന് ശേഷം തിരിച്ച്
ഈ ബൈക്കിൽ വരികയായിരുന്നു, വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നാലെ തന്നെ നിയന്ത്രണം വിട്ട് ഈ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. കുറച്ച് അവിടെ നിന്ന് തന്നെ ഉരിഞ്ഞ് ഇവിടേക്ക് കയറി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്, ഇടിച്ചു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെയ്യാറ്റിൻകര സ്വദേശികളായ പ്രണവ്, സജിൻ, ഒപ്പം ഇതര സംസ്ഥാന തൊഴിലാളിയായ ഋത്തിക് എന്നിവരാണ് മരിച്ചത്. 3 പേരും ഹോട്ടൽ ജീവനക്കാരാണ്. ഈ വൈറ്റ് ഡാമർ ഹോട്ടലിലെ ജീവനക്കാരാണ് എന്നുള്ളതാണ്. നേരത്തെ തന്നെ, അതായത് ജോലി കഴിഞ്ഞതിന് ശേഷം രാത്രിയോടുകൂടി ഈ ജോലി സ്ഥലത്ത് നിന്നും ഈ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അരുൺ, ഈ മേഖല എന്ന് പറയുന്നത് കരമന ഈ പാലത്തിന് തൊട്ടടുത്തായുള്ള ഏരിയയാണ്. നമുക്ക് കാണാൻ കഴിയും നല്ലൊരു വളവാണ്. ഈ വളവ് കഴിഞ്ഞ് നിയന്ത്രണം വിട്ട് വാഹനങ്ങൾ മറയുന്നത് ഇവിടെ ഒരു സ്ഥിരം കാഴ്ചയാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് തന്നെ ഓർത്തെടുത്താൽ ഓർമ്മയുണ്ടാകും അരുൺ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി കാർ എടുത്ത് വന്ന് ഈ നിയന്ത്രണം വിട്ട് ഈ താഴ്ചയിലേക്ക് മറിഞ്ഞൊരു സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ താഴ്ചയിലേക്കാണ് ആ വാഹനം വന്ന് വീഴുന്നത്. ശേഷം ഈ വാഹനത്തിൻ്റെ പാർട്സുകളൊക്കെ തന്നെ നമുക്കവിടെ കാണാനും കഴിയും. അതിനു മുന്നേ ഈ വാഹനം മറയുന്നതിന് തൊട്ട് തലേ ദിവസം തന്നെ മറ്റൊരു ബൈക്കും ഇവിടെ ഇങ്ങനെ നിയന്ത്രണം വിട്ട് വീണിരുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. അങ്ങനെ ഇതാ വീണ്ടും ഇന്ന് പുലർച്ചയോടുകൂടി മറ്റൊരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നിയന്ത്രണം വിട്ട് ദൃശ്യങ്ങൾ കാണുന്ന രീതിയിലാണെങ്കിൽ അവിടെയൊക്കെ തന്നെയും വാഹനങ്ങളുടെ പാർട്സുകളൊക്കെ തന്നെയും കാണാൻ കഴിയും. അവിടെ നിന്ന് തന്നെ വേഗതയിലെത്തി ഒരുപക്ഷെ നിയന്ത്രണം കിട്ടാതെ ഈ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പോലീസ് ഇവരെ ഈ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് വന്ന് മറ്റു വിവരങ്ങൾ എടുക്കുകയാണ് അരുൺ. ഓക്കെ സുനിഷ, വളരെ ദാരുണമായ 2 അപകടങ്ങളുടെ വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ TV ഇപ്പോൾ എത്തിക്കേണ്ടി വന്നത്. നിർഭാഗ്യകരമായ സംഭവം ഒരിക്കൽ കൂടി പറയുന്നു. അമിത വേഗത ആപത്താണ്. ബെറ്റർ ലേറ്റ് ദാൻ നെവർ.